ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിൻ്റെ അടിത്തറ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ തമാശ എന്നോണം ചോദിക്കാറുണ്ട്, എത്ര കാലമായി ഇത്? നിങ്ങൾക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? എത്ര കാലമായി? നിങ്ങളുടെ ഏത് പ്രമേയത്തിൻ്റെ പകുതിയിലും ചിലപ്പോൾ മുഴുവനായോ പകുതിയായോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകും. നിങ്ങൾക്ക് ഉയർന്ന് ചിന്തിക്കാനായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം, ഈ മനുഷ്യലോകം നിലനിൽക്കുന്ന കാലത്തോളം വിശ്വാസപരമായ പ്രതിസന്ധികൾ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിന് മറുമരുന്നായി യഥാർത്ഥ ആശയം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാം മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ദൗത്യം എന്ന് പറയുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആത്മാഭിമാനത്തോടുകൂടി ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുക, അത് ആത്മാഭിമാനത്തോടുകൂടി നിർവഹിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ്. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ വെളിച്ചത്തെ ജനങ്ങളിലേക്ക് എത്തിക്കലാണ്. എൻ്റെ കർമ്മം എന്ന് പറയുന്നത് സൽക്കർമ്മമായിരിക്കണം. ഇത് പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് തൻ്റെ ജീവിതത്തെ, തൻ്റെ നാടിനെ, തൻ്റെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ പഠിക്കാനും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. പല പേരുകളിലായി അത് രൂപീകരിക്കപ്പെട്ടു. നിഷ്പക്ഷ സംഘം എന്ന പേരിൽ, ഐക്യസംഘം എന്ന പേരിലൊക്കെ പ്രഥമകാലത്ത് ഈ പ്രസ്ഥാനം അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. വലിയ പോരാളികളെന്നുണ്ടായി. ഇത്ര വലിയ ഭൗതിക സൗകര്യങ്ങളില്ലാത്ത കാലത്ത്, ഇത്ര വലിയ സംഘബലമില്ലാത്ത കാലത്ത് ഒറ്റയാൾ പോരാളികളായി കേരളത്തിൻ്റെ നാനാ മേഖലകളിലേക്കും തൗഹീദിൻ്റെ വെളിച്ചമെത്തിക്കാൻ അക്കാലത്ത് പണ്ഡിതർ പരിശ്രമിച്ചു. അതിൻ്റെ ബാക്കി പത്രമെന്നോണമാണ് നമ്മളെല്ലാവരും ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നിർഭയത്വം ഉണ്ടായത്. അവരെ ഒന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. 100 കണക്കിന് ആളുകൾ, ചെറുതും വലുതുമായ അവരുടെ ശാരീരികവും സാമ്പത്തികവും കഴിവുകളും വിനിമയങ്ങളും ഒക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യനിർവഹണ പാതയിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു നവോത്ഥാന പ്രസ്ഥാനം എന്ന ഉയർന്ന രീതിയിലേക്ക് ഉയർത്തപ്പെട്ടത്. കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം 3 പ്രധാനപ്പെട്ട നവോത്ഥാനങ്ങളാണ് നിർവഹിച്ചത്. ഒന്ന്, ആത്മീയമായ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വാസ വിശുദ്ധിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. 2, വൈജ്ഞാനികമായ നവോത്ഥാനം, അറിവിൻ്റെ ലോകത്തേക്ക്, ഖുർആനിൻ്റെ ലോകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതിന് സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, അതിന് അതിനൂതനമായ അധുനാധുനമായ വൈജ്ഞാനിക വിനിമയത്തിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. മറ്റൊന്ന്, രാഷ്ട്രീയമായ നവോത്ഥാനം, കേരളക്കരയിലെ നിലനിൽക്കേണ്ട ബഹുസ്വരത, കേരളക്കരയിൽ നമ്മൾ പുലർത്തിപ്പോരേണ്ട മാനവികത, മതമൈത്രി, അതിനെ ശക്തമാക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ ലൈൻ നമ്മുടെ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായും വിശ്വാസ വിശുദ്ധി തന്നെയാണ് നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദൗത്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദൗത്യം മാത്രമായതുകൊണ്ടല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രവാചകന്റെ നുബുവത്ത് മുതൽ ഹിജ്റ വരെ ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, ആ അധിക ആയത്തുകളും പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ മരണം വരെ ഇത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇതിൽ നിന്ന് തെറ്റിയാൽ, ഒരു ചെറിയ മാറ്റമുണ്ടായാൽ വലിയ അപകടത്തിലേക്ക് മനുഷ്യർ ചെന്നെത്തും. അതിൻ്റെ ദിനേനയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസ മാർഗത്തിൽ നിന്ന് വ്യതിചലനമുണ്ടായാൽ ആളുകൾ എത്തിപ്പെടുന്ന നിലപാടു മാറ്റങ്ങൾ,
ആളുകൾ എത്തിപ്പെടുന്ന അവരുടെ ദുരന്തപൂർണമായ അവസ്ഥകൾ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എത്ര വ്യാഖ്യാനിച്ചൊപ്പിച്ചാലും തൗഹീദ് തൗഹീദും ശിർക്ക് ശിർക്കുമായിരിക്കും. അതാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഇതിനെ വാചക കസർത്തുകൊണ്ടോ പണ്ഡിതാഭിപ്രായം എന്ന പേരിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില താല്പര്യങ്ങൾ കൊണ്ടോ ഈ വിശ്വാസത്തെ അട്ടിമറിക്കാൻ കഴിയില്ല. ബാക്കി പലതിനെയും ഒക്കെ അങ്ങനെ കഴിഞ്ഞെന്ന് വരാം. കാരണം തൗഹീദ് വളരെ കൃത്യമാണ്. ലാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും യുശ്രികൂൻ. പ്രവാചകന്റെ നുബുവത്ത് മുതൽ ഹിജറ വരെ ഇറങ്ങിയ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ. ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അല്ലാഹു നമുക്ക് ഇറക്കി തന്നതാണ്. ലോകത്ത് അങ്ങനെ ഒരു വിജ്ഞാനം വേറെയില്ല, ഹദീസ് പോലും ഇല്ല. ഖുർആൻ അല്ലാഹു നമുക്ക് ഇറക്കി തന്നതാണ്. അല്ലാഹു നേരിട്ട് നമുക്ക് ഇറക്കി തന്നത്. അതിൽ ഒരു തെറ്റുണ്ടാവില്ല. ഇന്നത്തെ യുക്തിവാദികളൊക്കെ ഖുർആനെ വിമർശിക്കുമ്പോൾ ചില ഭാഷാ വ്യതിയാനങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ഖുർആനിൻ്റെ യഥാർത്ഥമായ സത്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഇതാണ് ലോകത്തെ ഒന്നാമത്തെ വിജ്ഞാനം എന്നത്. കലാമുൻ മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്. ഇത് അല്ലാഹു നമുക്ക് ഇറക്കി തന്ന വിജ്ഞാനമാണ്, ഇതാരും ഉണ്ടാക്കിയതല്ല. അപ്പൊ നമുക്ക് പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വിജ്ഞാനം അത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത് പ്രവാചകന്റെ സുന്നത്താണ്. ഇദാ സഹൽ ഹദീസു വ മദ്ഹബി, അത് രണ്ടാമതുമാണ്. അപ്പോ ഒരു വിശ്വാസിയുടെ, ഒരു മുവഹിദിന്റെ പ്രാമാണികമായ ആലോചനാക്രമത്തിൽ ഒന്നാമത് നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാനാണ് പലപ്പോഴായി നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഖുർആനിനെ ഹദീസുമായി താരതമ്യപ്പെടുത്തേണ്ടത് പിന്നീടാണ്. അങ്ങനെ ആ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം പരിശോധിച്ചാൽ പ്രവാചകന്റെ നുബുവത്ത് മുതൽ ഹിജ്റ വരെ ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ അധികവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിക്കാനാണ്. ഇത് ജനസമൂഹങ്ങൾക്ക് ബോധ്യപ്പെടണം. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നേരത്തെ അബ്ദുൽ കലാം മുറ്റത്താണി പറഞ്ഞില്ലേ, KNM മർക്കസ് ദഅവയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാനൊരു പ്രസ്ഥാനത്തെ പുകഴ്ത്തുകയോ അതിൻ്റെ പ്രബോധന സംരംഭങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറയുകയോ അല്ല, മറിച്ച് ക്ലിയറാണ്, വ്യക്തമാണ്, സുവ്യക്തമാണ്. നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയും. നമുക്ക് മാറ്റി പറയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. തൗഹീദിൻ്റെ വിഷയം വളരെ കൃത്യമായിരിക്കും. എന്താണ് അതിൻ്റെ കാരണം? അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ നിരവധി ലോകത്തിലേക്ക് കടന്നു വന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റിയ ജീവിതത്തിൽ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലോകത്തിലെ ആദിമ പ്രവാചകന്റെ ആദ്യത്തെ പ്രാർത്ഥന അള്ളാഹുവോടാണ്. അതിനുശേഷം കടന്നു വന്ന ഓരോ പ്രവാചകന്മാരും അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രബോധനം ചെയ്യണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. പല രൂപത്തിലാണ്. പല പ്രവാചകന്മാരുടെയും പ്രബോധന സംരംഭങ്ങളും രീതികളും വിവിധ രൂപത്തിലാണ്. അവർ നേരിട്ട പ്രബോധിത സംഘം പല സമൂഹങ്ങളിലായിട്ടായിരുന്നു, പല രീതിയിലായിട്ടായിരുന്നു. ആക്രമിക്കുന്നവർ, വേട്ടയാടുന്നവർ, കൊലപാതകത്തിന് വരുന്നവർ. നമ്മൾ ആലോചിച്ച് നോക്കണം. കൊലപാതകത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർ, ഒറ്റക്ക് നടന്നു പോയാൽ ആക്രമിക്കാൻ കാത്തിരിക്കുന്നവർ. ഇപ്പം ഇസ്ലാമിൻ്റെ പ്രബോധന പാത അത്ര മനോഹരമല്ല. വളരെ വലിയ പ്രതിഷേധങ്ങൾ, വളരെ വലിയ പ്രകമ്പനങ്ങൾ, ആയുധങ്ങൾ കൊണ്ടുള്ള അക്രമങ്ങൾ, ശത്രുവായി കണ്ടുകൊണ്ട് ശത്രുവിനെ വധിക്കാനുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കഠിനമായ പരിശ്രമങ്ങൾ ഒക്കെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതിനെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നമുക്ക് കാണാം, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ഇജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിൽ, മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അത് ആ കാലത്തുള്ള മനുഷ്യരോട് മാത്രമല്ല, ഈ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം ജീവിക്കുന്ന
സർവ്വ മനുഷ്യരോടുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടണം. അതിൽ ഒന്നാമത്തെ ജിഹാദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അത് പറയുമ്പോൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, തോന്നിവാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അങ്ങനെ പല വിധത്തിൽ ഈ സമൂഹത്തിൻ്റെ പ്രബോധിത മേഖലകളെ മുഴുവൻ മലീമസമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം തൗഹീദ് പറയാൻ ആരുണ്ട്? ഒറ്റ ചോദ്യം നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ചോദിക്കുന്നുള്ളൂ. കാലം തേടുന്ന ഇസ്ലാഹിൽ സുവ്യക്തമായ തൗഹീദ് പറയാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ്. ആർക്ക് കഴിയും? നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേർച്ചകളുടെ ഒരു കാലമാണ്. എല്ലാവരും, കാട്ടിലെ ആനയും പ്രശ്നമാണ്, നാട്ടിലെ ആനയും പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് പുതിയങ്ങാടിയിൽ, പട്ടാമ്പിയിൽ, കൂറ്റനാട്, കഴിഞ്ഞ ദിവസം പയ്യോളിയിൽ, വടകര പ്രദേശങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും പേപ്പറെടുത്ത് നോക്കിയാൽ ആന ചവിട്ടിക്കൊന്ന വാർത്തകളായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ 50% മത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ചില സംഗതികളാണ്, അന്ധവിശ്വാസങ്ങളാണ്. ബാക്കിയുള്ളത് മുഴുവൻ അവിടുത്തെ കച്ചവടക്കാരുടെ ഒരു നിയന്ത്രണവുമാണ്. ഇത് രണ്ടും ഒരുമിക്കുമ്പോഴാണ് ഒരു നേർച്ച അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ്റെ കാലത്ത് ആളുകൾ അന്ധവിശ്വാസികളായിരുന്നു. പ്രവാചകൻ ത്വായിഫിൽ പോയി, പ്രവാചകന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ശരീരത്തിൽ മുറിവേൽക്കേണ്ടി വന്നു. ഷാബു അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ പ്രവാചകൻ മാസങ്ങളോളം കിടന്നുറങ്ങി. പാതിരാത്രിയിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രവാചകൻ്റെ പ്രഭാത ഭക്ഷണം പ്രവാചകൻ്റെ തലയിണ ഒരു കല്ലായിരുന്നു എന്നതാണ്. പ്രവാചകൻ്റെ തലയിണ കല്ല്, ആ കല്ലിൽ തല വെച്ചുകൊണ്ട് പ്രവാചകൻ മാസങ്ങളോളം ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിൽ പ്രവാചകന് ഒരു കൈക്കുമ്പിളിൽ ഒരൽപ്പം മണ്ണ് വന്ന് ഇരുന്നാൽ അതിൽ മുളച്ചു പൊന്തുന്ന ചെറിയ ചെടികൾ പ്രവാചകൻ ഭക്ഷിച്ചുകൊണ്ട് ഷാബു അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ പ്രവാചകൻ താമസിച്ചു. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പറയാൻ. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി ഇറക്കപ്പെട്ട പ്രവാചകൻ, ലോകത്തിന് അധ്യാപകനായി കടന്നു വന്ന പ്രവാചകൻ. ഇന്നമാ അന ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു അധ്യാപകനായിട്ടാണ്. അങ്ങനെ അധ്യാപകനായി കടന്നു വന്ന പ്രവാചകന്റെ ഒന്നാമത്തെ അധ്യാപനം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബുദ്ധിയിൽ ഉറക്കേണ്ടത് ആരാധ്യനായി അല്ലാഹു മാത്രമാണുള്ളത് എന്നതാണ്. ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകൻ നിരന്തരമായി ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകന്റെ അവസാന കാലത്തെ പ്രവാചകന്റെ പ്രാർത്ഥന, പ്രവാചകന്റെ മരണം വളരെ വൈകാരികമാണ്. അത് ഒരു പേജ് എടുത്തിട്ട് പ്രവാചകന്റെ മരണകാലം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. വളരെ സങ്കടകരമായ, ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. ആ പ്രവാചകന്റെ അവസാന കാലത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യൂബദ്, അല്ലാഹുവേ എൻ്റെ കബറിടം ആരാധനയ്ക്കുള്ള കേന്ദ്രമാക്കരുതേ എന്നാണ്. എൻ്റെ കബറിടം ഒരിക്കലും ആരാധനയ്ക്കുള്ള കേന്ദ്രമാക്കരുത്. ഇതിൽ ഒരു വ്യാഖ്യാന പശകുമില്ല. ഇത് നേർക്ക് നേരെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, നേർക്ക് നേരെ റബ്ബിനോട് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ലോകത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യർ വസിക്കുന്ന പല സ്ഥലങ്ങളിലും ഖബർ പൂജകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെയാണത്. നമ്മുടെ നാട്ടിലും എത്ര സ്ഥലങ്ങളിലാണ് ഖബർ പൂജകളില്ലാത്ത ഒരു സ്ഥലവുമില്ല. അവിടെ എത്തുന്നു, സുജൂദ് ചെയ്യുന്നു, ആ ഖബറിനെ ചുംബിക്കുന്നു, പ്രയാസങ്ങൾ ഏറ്റുപറയുന്നു, അവിടുത്തെ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നു, അവിടെ പണം നിക്ഷേപിക്കുന്നു, എന്നിട്ട് ആശ്വാസത്തിൻ്റെ മനസ്സുമായി തിരിച്ചു വരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അവരോട് ഖബറാളികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
അവർ മരിച്ച് മറമാടപ്പെട്ടവരാണ്. അവർക്കൊരു കഴിവുമില്ല. പ്രവാചകന്റെ അവസാനത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്, എൻ്റെ കബറിടം ആരാധനയ്ക്കുള്ള കേന്ദ്രമാക്കരുത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ദുആ നിർവഹിക്കരുത് എന്ന് പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ അന്ന് അത്തരം ശക്തമായ പ്രഭാഷണങ്ങൾ നടത്തിയവർ നമ്മുടെ നാട്ടിലെ നേർച്ചകൾക്കും നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കും എല്ലാം ശക്തമായി എതിർനിന്നു പ്രസംഗിച്ച ഏറ്റവും സജീവരായ പ്രബോധകർ പോലും ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ അതിദുരന്തപൂർണമായ അവസ്ഥയിലാണ്. ദീനിനെ ലളിതമാക്കാൻ ഇപ്പം കഴിയുന്നില്ല. ദീൻ വളരെ ലളിതമായ ഒന്നാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുർആൻ ലളിതമാക്കി. എന്തിന്? നിങ്ങൾക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ. ഇസ്ലാം ലളിതം, മതത്തെ കടുപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ലളിതമായ ഒരു മതത്തെ അള്ളാഹു ഈ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. 100 കൊല്ലം ഈ പ്രസ്ഥാനത്തിൻ്റെ സജീവമായ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ വ്യാപകമായി നടന്നു. ആളുകൾ പതുക്കെ പതുക്കെ, ചില ആളുകൾ ഖുതുബകൾ കേട്ടുകൊണ്ട് തൗഹീദ് സ്വീകരിച്ചു, ചില ആളുകൾ തഫ്സീറുകൾ വായിച്ചുകൊണ്ട് തൗഹീദ് മനസ്സിലായി, ചില ആളുകൾ ഖണ്ഡന മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളിലും ആകൃഷ്ടരായി ഇസ്ലാഹിൻ്റെ ആദർശം, തൗഹീദിൻ്റെ വെള്ളി വെളിച്ചം അവരിലേക്കെത്തി. ഇങ്ങനെ വിവിധ തലങ്ങളിലാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ പണ്ഡിതന്മാർ പരിശ്രമിച്ചത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ചില അന്ധവിശ്വാസങ്ങളുടെ പാക്കേജ് എടുത്ത ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് പതുക്കെ പതുക്കെ കയറി വന്നു. അവർ ഈ പ്രസ്ഥാനത്തെ വിവിധ രൂപത്തിൽ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു. പല രൂപത്തിലാണ്. അപ്പം അതിനാദ്യം മറ്റൊരു പരിവേഷം നൽകും, ഒരു പ്രത്യേകതരം പരിവേഷം. ഞങ്ങൾ പറയുന്നതാണ് സത്യം, നിങ്ങൾ ഈ മൻഹജ് നിങ്ങൾ ഫോളോ ചെയ്യണം, പാലിക്കണം. അങ്ങനെ പാലിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ദീനിനെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇതുവരെ പറഞ്ഞ 70-80 വർഷം ഞാൻ ആലോചിക്കുകയാണ്. കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി. ഷെയ്ഖ് മൗലവിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകൾ, ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന ഒരാളാണ്. 1000-ലധികം ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ മനപ്പാടമായിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് മൗലവിക്ക് എത്രയോ ഹദീസുകൾ മനപ്പാടമുണ്ട്. പല പണ്ഡിതന്മാരും അവരുടെ പ്രഭാഷണത്തിൻ്റെ കൂടെ ഷെയ്ഖ് മൗലവിയെ കൊണ്ടുപോകുമായിരുന്നു. പ്രഭാഷണത്തിൻ്റെ ഒഴുക്കിൽ എവിടെയെങ്കിലും ഒരു പുതിയ ഹദീസ് ഉദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് മൗലവിയെ ഉറക്കെ വിളിക്കുമായിരുന്നു വേദിയിൽ നിന്ന്. അദ്ദേഹം ആ ഹദീസ് അവിടെ വെച്ചുകൊണ്ട് ഇരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് പ്രസംഗിക്കുന്ന ആള് ഏറ്റുപറയുമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 28 വർഷത്തിലധികം അമാനി മൗലവി പരിഭാഷ എഴുതാൻ പരിശ്രമിച്ചു. 25 വർഷത്തിലധികം KP മുഹമ്മദ് മൗലവി KNM-ന്റെ പ്രസിഡന്റായി. ഞാൻ ആലോചിക്കുന്നത്, KPയുടെ ഒരു വിയർപ്പ് തട്ടിയ മണ്ണാണിത്. സാത്വികനായ KP. എനിക്കോർമ്മയുണ്ട്, ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാനത്തെ നന്ദി പ്രസംഗം നടത്തുന്ന KP മുഹമ്മദ് മൗലവി, അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്, അല്ലാഹുവേ, തൗഹീദ് എന്ന ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് കേരളക്കരയിൽ എല്ലാവരും തൗഹീദ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നാൽ ഈ പ്രസ്ഥാനത്തിന് പിന്നെ പ്രസക്തിയില്ല. വിനയാന്വിതനായ ആ പ്രസംഗം വായിച്ച എനിക്ക് പോലും ഞാൻ അതിവൈകാരികമായി. അത് നേർക്ക് നേരെ കേട്ടുനിന്ന മനുഷ്യര് KPയെ അനുഭവിച്ചും ആസ്വദിച്ചും ആ നേതൃത്വത്തിൻ്റെ തണലിൽ ജീവിച്ചവരുമാണ്. എന്നാൽ ഇന്നങ്ങനെയല്ല. ഒരു മനുഷ്യനുണ്ടാകേണ്ടത് നിലപാടാണ്. നിലപാട്, ഇസ്ലാമികമായ നിലപാട്. തൗഹീദ് തൗഹീദും ഷിർക്കും ഷിർക്കുമായിരിക്കും, ഹറാമ് ഹറാമും ഹലാല് ഹലാലുമായിരിക്കും. ഇത് കൂടിക്കുഴയുന്ന ഒരു രംഗം ഇസ്ലാമിലില്ല. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏതെങ്കിലും ഒരു നാടിന്, പണ്ട് ഷൗക്കി ഒരിക്കൽ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രവാചകൻ സോഷ്യലിസ്റ്റുകാരുടെ നേതാവാണ്. വൽ ഇസ്തിറാഖിയൂന അൻത ഇമാമുഹും ലൗലാ ദഅവൽ ഖൗമി വൽ അലവാഉ.
പ്രവാചകൻ സോഷ്യലിസ്റ്റുകാരുടെ നേതാവാണെന്ന്. പ്രവാചകൻ ഒരു സോഷ്യലിസ്റ്റുകാരുടെ നേതാവല്ല, പ്രവാചകൻ ഇസ്ലാമിൻ്റെ നേതാവാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. വലിയ വിമർശനങ്ങളുണ്ടായി പണ്ഡിത ലോകത്തന്ന്. ഞാൻ പറയുന്നത്, ഇസ്ലാം ഒരു നാടിന്, ഒരു പ്രദേശത്തിന്, ഒരു ഭൂപ്രദേശത്തിനനുസരിച്ചുകൊണ്ട് മാറുന്ന ഒരു മതമല്ല. ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. തൗഹീദ് അല്ലാഹു പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം തൗഹീദല്ലേ? തൗഹീദ് അല്ലാത്ത ഏതായത്തുള്ളത്? എല്ലാം തൗഹീദാണ്. കടലിനടിയിൽ കിടക്കുന്ന ഇരുട്ടിനെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത്, സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ കടലിന്റെ അടിയിലെ ഇരുട്ടിനെ പോലെയാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ആളുകൾ അന്തം വിടുകയാണ്. ആധുനിക നൂറ്റാണ്ടിൽ യുക്തിവാദികൾ, മതനിഷേധികൾ ആലോചിക്കുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഖുർആനിൽ ആയത്ത് വരുമ്പോ എവിടെ നിന്നാണ് പ്രകാശമുണ്ടാകുന്നത്, അത് കടലിൽ തട്ടുമ്പോൾ എങ്ങനെയാണ് ഇരുട്ടായി മാറുന്നത് എന്ന് ശാസ്ത്രം 1973 ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ആദ്യമായി മേഘത്തിൽ തട്ടും. ആ മേഘത്തിൽ തട്ടുന്ന പ്രകാശത്തിന് കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നില്ല. അത് നേരെ പിന്നീട് കടന്നു വരുന്നത് കടലിന്റെ മുകളിലാണ്. ആ കടലിന്റെ മുകളിൽ തട്ടിയിട്ട് ആ വെളിച്ചം, ആ പ്രകാശം 7 നിറങ്ങളിലായി മാറ്റപ്പെടും. ഈ 7 നിറങ്ങളിലായി വിബ്ജിയോർ എന്ന രൂപത്തിൽ മാറ്റപ്പെട്ട പ്രകാശം 100 മീറ്റർ താഴേക്ക് വരുമ്പോൾ വയലറ്റ് ചിതറും. അങ്ങനെ 100-120 മീറ്റർ താഴേക്ക് വരുമ്പോൾ പ്രകാശം പരിപൂർണമായി കടലിന്റെ അടിയിലുള്ള ആന്തരികമായ തിരമാലയിൽ തട്ടിയിട്ട്, ഇന്നർ വേവ്സിൽ തട്ടിയിട്ട് ഈ പ്രകാശം ചിതറുകയും കടലിന്റെ അടിയിൽ ഇരുട്ട് പരക്കുകയും ചെയ്യുന്നു എന്ന് 1973 ശാസ്ത്രം പറയുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറയാണ്, ആ ഇരുട്ട് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ കടലിന്റെ അടിയിലെ ഇരുട്ടിനെ പോലെ ആയിരിക്കുമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹു പ്രഖ്യാപിക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കാൻ വേറെ എവിടേക്കെങ്കിലും പോണോ? ഈ ലോകത്തെ മുഴുവൻ പടച്ചു റബ്ബ്. വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിൻ അക്സറഹും ലാ യഅലമൂൻ. ആകാശഭൂമി ലോകങ്ങളെ ഞാൻ സംവിധാനിച്ചത് വെറുതെയല്ല, അതിൻ്റെ പിന്നിൽ മഹനീയമായ ലക്ഷ്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. ആകാശഭൂമി ലോകങ്ങളെ അള്ളാഹു സംവിധാനിച്ചു. ലോകത്ത് ഒരാൾക്കും അത് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ജിന്നിന് കഴിയോ? കഴിയില്ല. ഒരു സാഹിറിന് കഴിയോ? കഴിയില്ല. ഇവർക്കൊന്നും കഴിയില്ല. ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം ദുരന്തങ്ങളിലൂടെ കടന്നു വന്നു, നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തെല്ലാം ദുരന്തം. കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ ഒരു കൊച്ചു സംസ്ഥാനം, ഒരു ഭാഗത്ത് സഹ്യ പർവ്വത നിരകളും പശ്ചിമഘട്ടവും നിലനിൽക്കുന്ന പച്ചപ്പും, മറുഭാഗത്ത് അനന്തമായ കടലും, അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് എന്തെല്ലാം ഉണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. വളരെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇന്ത്യയിൽ ഏറ്റവും അപകടം പിടിച്ച നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായത് കേരളത്തിലാണ്. നിപ്പ ഉണ്ടായില്ലേ? പേരാമ്പ്രയിലെ പന്തിരിക്കരയിലെ ഒരു വീട്ടിൽ നിന്ന് 33 ദിവസത്തിൻ്റെ ഉള്ളിൽ 3 മയ്യത്താണ് പള്ളിക്കാട്ടിലേക്ക് പോയത്. ആ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരു നീല ടാർപ്പായിട്ട ഒരു വീട്, അതിന് മുമ്പിലൊരു വലിയ മാവുണ്ട്. ആ മാവിൽ ഒളോർ മാങ്ങ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അവിടെ വവ്വാലുകൾ പറന്ന് അണയുന്നുണ്ട്. അവിടുന്നാണ് നിപ്പ ഉണ്ടായത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ അത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിച്ചപ്പോൾ ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ആരോഗ്യരംഗം മുഴുവൻ വിറച്ചുപോയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം. ആ പന്തിരിക്കരയുടെ താഴ്വാരം ഇറങ്ങി തൊട്ടപ്പുറത്ത് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കട്ടിപ്പാറയാണ്. കട്ടിപ്പാറയിലെ ദുരന്തമുണ്ടായി, മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി. അതിൽ ഒരു യുവാവായ അഫ്സലിന് തൻ്റെ വീട്ടിലെ മുഴുവൻ മനുഷ്യരെയും നഷ്ടപ്പെട്ടു. തൻ്റെ മാതാവിനെയും പിതാവിനെയും നഷ്ടപ്പെട്ട അഫ്സല് ഒരു മതിലിൽ ചാരി നിൽക്കുന്ന മനോരമയിലെ ഫോട്ടോ കണ്ടവരുടെ കണ്ണുകൾ നനയിച്ചിട്ടുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക. നിലമ്പൂരിലെ ഭൂതാനത്ത് മണ്ണൊലിച്ചു പോയില്ലേ? വയനാട്ടിലെ പുത്തുമലയിൽ മല ഒലിച്ചു പോയില്ലേ? വളരെ തൊട്ടടുത്ത് ദുരന്തങ്ങളുടെ പേമാരികളിലൂടെയാണ് നാം കടന്നുപോയത്. ചൂരൽമലയിലും മേപ്പാടിയിലും എത്രയോ മനുഷ്യർ മണ്ണിനടിയിലായി. ഈ ദുരന്തത്തിന്റെ ദുരന്തപൂർണമായ സാമൂഹിക ലോകത്ത് ജീവിക്കുമ്പോൾ വിശ്വാസി എന്ത് മനസ്സിലാക്കണം? വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിൻ അക്സറഹും ലാ യഅലമൂൻ. ഈ ഭൂമി ഉണ്ടാക്കിയത് റബ്ബാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ സഞ്ചാര പദം, ഈ ഭൂമി എങ്ങനെ സഞ്ചരിക്കണം,
ഇവിടെ മാനവവാസം, ഇവിടെ മനുഷ്യവാസം, ഇവിടുത്തെ മൃഗവാസം, ഇവിടെ സചേതനവും അചേതനവുമായ വസ്തുക്കളുടെ നിലനിൽപ്പ് എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ലോകത്തിന്റെ ഒരേ ഒരു നാഥൻ വാഹിദുൽ ഖഹാറായ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് തൗഹീദ് മനസ്സിലാക്കാൻ വല്ലാണ്ട് ചിന്തിക്കേണ്ടതില്ല. എല്ലാം തൗഹീദാണ്. ഇനി വേണ്ട, വളരെ അടുത്ത കാലത്ത് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലം, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് കത്താണ്. പലതും പറഞ്ഞു, പല വ്യാഖ്യാനങ്ങളുണ്ടായി. ഒരു നാട് മുഴുവൻ കത്തുക. എലോൺ മസ്ക് ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും അതിസമ്പന്നനായ മനുഷ്യന്റെ വീട് അഗ്നിക്കിരയാക്കപ്പെട്ടു. 2.5 ആഴ്ചയോളം ഒരു കാറ്റിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ലോക പോലീസ്, ലോകത്തിന്റെ ഏറ്റവും വലിയ വൻ ശക്തി, ലോകമാധ്യമങ്ങളുടെ മുന്നിൽ അവരുടെ നിസ്സഹായത വിളിച്ചു പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് ഈ ലോകം ആരുടെ കയ്യിലാണ്? റബ്ബിന്റെ കയ്യിലാണ്. ലോസ് ഏഞ്ചൽസ് കത്തിയെരിയുമ്പോൾ അമേരിക്കക്കാര് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ ഈ കാറ്റിനെ പ്രതിരോധിക്കുകയും തീ കെടുത്തുകയും വേണം. പുതിയ ശാസ്ത്ര കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും മരണനിരക്കുകൾ മാധ്യമങ്ങളിലൂടെ കുറച്ചു കാണിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ദുരന്തത്തെ മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും ഈ സോഷ്യൽ മീഡിയ കാലത്ത് അമേരിക്കയുടെ ഈ പതനം ലോകം മുഴുവൻ കണ്ടു. പണ്ടൊക്കെ അമേരിക്കയെക്കുറിച്ച് പറയാറുണ്ട്, വാഷിങ്ടണിൽ വൈറ്റ് ഹൗസിന്റെ മുകളിലൂടെ ഒരു കിളി പറന്നാൽ ആ കിളിയുടെ സ്പീഷീസ് ഏതാണ് എന്ന് നോക്കിയിട്ട് നിർണ്ണയിക്കാൻ സാധിക്കുന്ന, വളരെ പെട്ടെന്ന് ആക്രമണ സാധ്യതകളെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അധുനാധുനമായ ലോകത്തിന്റെ സാങ്കേതിക ശാസ്ത്രവിദ്യകൾ ഒരുമിക്കുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള പട്ടണം എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഒരു സ്ഥലം കത്തിയെരിയുമ്പോൾ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ നിസ്സഹായത നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, ഈ ഭൂമിയും ആകാശവും ഞാൻ ഉണ്ടാക്കിയതാണ്, റബ്ബുണ്ടാക്കിയതാണ്. ഇപ്പം മഴ, എല്ലാവരും ഒരു മഴയ്ക്ക് വേണ്ടി കാത്തുക്കുകയാണ്. ചൂടിങ്ങനെ കയറുമ്പോൾ അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുകയാണ്. എവിടെയാണോ തണുപ്പ് അവിടെ ഇരിക്കുകയാണ്. കാരണം അസഹനീയമാവുകയാണ് ചൂട്. ഈ ചൂട് കുറച്ചും കൂടി കൂടിയാൽ നമുക്ക് വലിയ അസുഖങ്ങളുണ്ടാവും, വലിയ ദുരന്തങ്ങളുണ്ടാവും, തീപ്പൊള്ളലേൽക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പടച്ചോനിങ്ങനെ അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ വിശ്വാസികളെ പരീക്ഷിച്ചിട്ട് അള്ളാഹു മഴ പെയ്യിപ്പിക്കും. അള്ളാഹു നമുക്ക് മഴ നൽകും. ആ മഴ വരണ്ടുടങ്ങിയ ഭൂമിയുടെ മുകളിലേക്ക് ആകാശത്തു നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. നമ്മൾ ആലോചിച്ച് നോക്ക്, ആ മഴ വന്ന് വീണാൽ ഭൂമി വീണ്ടും പച്ചപ്പാവും, സജീവമാവും, ഹരിതാപമാവും. അവിടെ കായ്കനികൾ ഉണ്ടാവാൻ തുടങ്ങും. മനുഷ്യൻ അവൻ്റെ ഉപജീവനം അതിൽ നിന്ന് സ്വീകരിച്ചു തുടങ്ങും. ഇത് ആരുണ്ടാക്കിയതാണ്? ഇത് വളരെ കൃത്യമായ കാര്യമാണ്. ഈ ലോകമുണ്ടാക്കിയ, മനുഷ്യനെ പടച്ച, മഴയുണ്ടാക്കിയ, കടലിൻ്റെ അഗാധതകളിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മത്സ്യങ്ങൾക്ക് പോലും അന്നം നൽകുന്ന, അല്ലേ, എല്ലാവർക്കും അന്നം നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇവിടെ നമ്മൾ കണ്ടോ എത്ര പ്രാണികൾ പാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒരു പാടത്തെക്കുറിച്ച് പറയുന്നത് 100 ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഒരു പാടം എന്നാണ്. അവർക്ക് ആരാ അന്നം കൊടുക്കുന്നത്? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു റിസ്ക് കൊടുക്കാത്ത ഒരാളും ഒരു ജീവിയും ഈ ലോകത്തില്ല. അപ്പം അല്ലാഹുവാണ്. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അന്നം നൽകുന്നത്, റിസ്ക് എന്ന് പറയുന്ന വാക്കിന് അന്നം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. റിസ്ക്കിന് കുടുംബം എന്നർത്ഥമുണ്ട്. റിസ്ക്കിന് ജീവിക്കാൻ ആവശ്യമായ, ജീവിത പുരോഗതിക്ക് ആവശ്യമായ ഇടം എന്നർത്ഥമുണ്ട്, കുടുംബം എന്ന അർത്ഥമുണ്ട്, മക്കൾ എന്ന അർത്ഥമുണ്ട്, വീടെന്ന അർത്ഥമുണ്ട്, ജോലിസ്ഥലം എന്ന അർത്ഥമുണ്ട്. ഇതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഒരുക്കി തന്ന ലോകത്തിന്റെ നാഥനെ അറിയണം. ഈ പ്രസ്ഥാനം എത്രയോ കാലമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഇത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പലതിനോടും തെറ്റേണ്ടി വരും, പലതിനോടും തെറ്റേണ്ടി വരും. പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. മഹലിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടേണ്ടി വരും. അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയും
ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുമാണ് ഈ പ്രസ്ഥാനം ഇത്ര ദൂരമെത്തിയത്. അതിൽ എത്രയോ പണ്ഡിതന്മാരുടെ ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുണ്ട്, അവരുടെ സഹനമുണ്ട്, അവരുടെ സമരമുണ്ട്, അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള നേതൃത്വമുണ്ട്. അങ്ങനെ എത്തിയ ഒരു പ്രസ്ഥാനം പതുക്കെ പതനത്തിലേക്ക് അങ്ങനെ പോവാ. നമ്മൾ ആലോചിക്കുക, ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പതുക്കെ പതുക്കെ ഒരു വസ്തു അതിൻ്റെ എപ്പെക്സിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയിട്ട് പിന്നെ അതിന് ദുരന്തങ്ങൾ ഉണ്ടാവുക. അത് കണ്ടുകൊണ്ടും മനുഷ്യർ മൗനം പാലിക്കുക. അത് കണ്ടുകൊണ്ട് മനുഷ്യർ മൗനം പാലിക്കുക. നമ്മളെ നേതാവല്ലേ, ചോദ്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. സത്യമേതാണോ? ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പുലരേണ്ടത് സത്യമാണ്. സത്യമാണ്, തൗഹീദ് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ധൈര്യസമേതം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കണം. അവിടെ പിന്നെ ജിന്നും സീറൊന്നുമില്ല. നിങ്ങൾക്ക് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ഞാൻ പള്ളിണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇവിടെ ജിന്നും ഇൻസും എന്തിനാണ്? എന്നോട് പ്രാർത്ഥിക്കാനാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന് അടിമപ്പെടാനാണ്. അത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞാലോ വലിയ ദുരന്തം ഉണ്ടാവും. പണ്ടേ പൗരോഹിത്യം അങ്ങനെയാണ്, ആൾക്കാരെ പേടിപ്പിക്കും, ആളുകളെ പേടിപ്പിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്.